നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ നേട്ടങ്ങളിൽ പോലും നിങ്ങളോട് അസൂയപ്പെടുന്നവർ നിങ്ങളോട് പറയുന്ന 3 കാര്യങ്ങൾ. 1. നിങ്ങളുടെ നേട്ടങ്ങളെ അഭിനന്ദിച്ചിട്ട് നിങ്ങളുടെ പഴയ തോൽവികളെ ഓർമ്മപ്പെടുത്തും. എത്ര വിജയിച്ച് എൻ്റെ മുന്നിൽ നിന്നാലും ഒത്തിരി വട്ടം തോറ്റിട്ടുള്ളവനാണ് നീ എന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിങ്ങളിലെ പഴയ മോശം അനുഭവങ്ങൾ എല്ലാം അവർ നിങ്ങളോട് പറയും. എൻ്റെ മുന്നിൽ നീ എന്തൊക്കെ നേടിയാലും നിൻ്റെ പഴയ തോൽവിയും ജീവിതവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തോറ്റ് ജീവിക്കുന്ന ഞാൻ തന്നെയാണ് മിടുക്കൻ എന്നാണ് ആ അസൂയക്കാരനായ നിങ്ങളുടെ സുഹൃത്ത് മനസ്സിലാക്കി വയ്ക്കുന്നത്. എന്നാൽ അവർക്കറിയാത്ത ഒരു കാര്യം അത് ഇതാണ്: തോറ്റ് ജീവിച്ച് ഒടുക്കം വിജയിച്ചവൻ്റെ വിജയം ഒരിക്കലും ഒരു ചെറിയ വിജയമായിരിക്കില്ല അവൻ്റെ മനസ്സിൽ എന്നാണ്. അതുകൊണ്ട് ഒരു അസൂയക്കാരുടെ വാക്കുകളും അവരുടെ മനസ്സിനെ തളർത്തില്ല. കാരണം അപ്പോഴേക്കും അവർ മനസ്സിലാക്കിയിരിക്കും ജീവിതത്തെയും ആളുകളെയും. 2. നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങളുടെ മുന്നിൽ അവരെ അനുകരിക്കാൻ പറയും. അസൂയക്കാർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളാണ് ശരി എന്ന് നന്നായി അറിയാം. പക്ഷേ അവർ ഒരിക്കലും അത് പുറമെ അംഗീകരിച്ച് തരില്ല. നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളുടെ നല്ലതിനാണെന്ന് തോന്നിപ്പിച്ചു കൊണ്ട് തന്നെ. മനസ്സിലാക്കുക, ആശയങ്ങൾ എല്ലാവരുടെയും കേൾക്കാം, അംഗീകരിക്കാം. പക്ഷേ തീരുമാനം അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുക്കുന്നതും നിങ്ങളുടേതു മാത്രവും ആയിരിക്കണം എപ്പോഴും. 3. നിങ്ങൾ എത്ര സഹകരിക്കാൻ ശ്രമിച്ചാലും തിരക്ക് അഭിനയിച്ച് ഒഴിഞ്ഞു മാറുന്നവർ. സത്യത്തിൽ താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ഈ അസൂയക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരിലെ ഞാനാണ് ശരി എന്ന ഭാവം കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ. അവർ നിങ്ങളോട് മിണ്ടാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണവും നിങ്ങളുടേതായ ജീവിത രീതികൾ തന്നെയാണ്. അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരിക്കലും ഇത്തരക്കാരെ പിണക്കേണ്ടുന്ന ഒരു ആവശ്യവുമില്ല. പകരം അവരുടെ മുന്നിൽ അവരെ ഒന്നുകൂടി അസൂയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളിലൂടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ ഒന്നുകൂടി നിങ്ങളെ നോക്കി അസൂയപ്പെടട്ടെ. അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആർക്കും ദോഷമില്ലാത്ത ഒരു നല്ല പ്രതികാരം. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.